കഥയെന്ന് പറഞ്ഞ ചേച്ചാ? എങ്ങനെ പറഞ്ഞ ഞങ്ങൾ അമ്മയ്ക്ക് കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് മാവ് ചോട്ടിട്ട് മാമ്പഴമൊക്കെ പറിച്ച് കിട്ടും. തേങ്ങ പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത് മാത്രം ചുരുക്കി പറഞ്ഞതാണ്. അൽഫോൻസാമ്മയുടെ കൂടെ ആണോ അച്ഛൻ? അല്ല, അച്ഛൻ ഏതാണ്ട് മറ്റേ തുണിയൊക്കെ അൽഫോൻസാമ്മ തുണി വിരിച്ചിടുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പുറത്ത്. അത് ഞാൻ വലിയ ഡ്രസ്സ് അതാ പറയാം. അതൊക്കെ ചാറ്ററൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഡ്രസ് മറ്റ് അതിന് കയറ് കെട്ടിയതാ മരത്തിന് കെട്ടിയത്. ഞാൻ അവരുടെ നിങ്ങളുടെ ഈ കൂടെയാണ് ഡ്രസ്സ് കൊടുക്കാൻ. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് അവിടുന്ന് പിടിച്ച് പറയും ഡ്രസ്സെല്ലാം ആ ഉടുപ്പ് ആയിക്കോട്ടെ ഇടണം അതായതൊക്കെ പറയും. ആ ആയെ പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാലത്ത് ആഴെ പിടിച്ച് അവിടെ നടക്കും. അല്ല ഉപയോഗിച്ച് കൊണ്ടു പോകും. അവസരം ആയ പിന്നെ അന്ന് അച്ചാച്ചന് എന്നാ പ്രായമുണ്ട്? അഥവാ ഞാൻ 3-ൽ 4 കയറി 3-ൽ 4 കയറുമ്പോഴാ യാത്ര. അൽഫോൻസാമ്മയ്ക്ക് അന്നേരം എന്തോരം പ്രായം ഉണ്ടാവും? ഞാൻ ചെറുപ്പം അവര് ജോലിക്ക് കയറി ഒരാണ്ട് കഴിഞ്ഞപ്പോൾ അസുഖമായി. വീട്ടിലും പോയിട്ടുണ്ട്. വീട്ടിലും പോയിട്ടുണ്ടോ? എവിടെ? മുട്ടത്തില്ല. ഏറ്റവും രാവിലെ 5 കിലോമീറ്റർ ഏറ്റുമാനൂരിന്നോ? കുടമാളൂരല്ലേ? അങ്ങോട്ടെല്ലാം ഉള്ളോട്ട് റോഡ് കിടപ്പുണ്ട്. അതവിടെ ഞങ്ങൾ കാണാൻ പോയി. കൂട്ടുകാരായ കൂടിയല്ല അതായത് കാണാൻ പോയത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം അൽഫോൻസാമ്മ ഇവിടുത്തെ മഠത്തിലില്ലേ എപ്പോഴും ഞങ്ങൾ കണ്ട്. അൽഫോൻസാമ്മ മഠത്തിലുള്ളപ്പോ അച്ഛൻ വീടൊക്കെ പോയി കണ്ടത് അല്ലേ? അടക്കിന് മാത്രം പോകാൻ. അതിന് അടക്കിന് പോകാൻ അടക്കെന്ന് വെച്ചാൽ എന്നെ വീട് ചാത്തന്റെ ഒക്കെ മൂത്ത ഏട്ടന ഇത് സ്ഥലം മേടിച്ച് മഠത്തിന്റെ ബാക്കി 1 ഏക്കർ സ്ഥലത്തോളം ഉള്ളത് മേടിച്ചത്. അത് മേടിച്ച് നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. മഠത്തിന്റെ സ്ഥലം വാങ്ങിച്ചോ? ആ മഠത്തിനല്ല, വളരെ നമ്മുടെ യാചനും വളരെ കൃത്യ മഠങ്ങളുമായിട്ട് കൂടിയാണ് 2 ഏക്കർ സ്ഥലം മേടിച്ചത്. 1 ഏക്കർ വെച്ച് മഠക്കാരെടുത്തു. ബാക്കി 1/4 ഏക്കർ യാചനും മേടിച്ചു. അച്ഛൻ മേടിച്ച് അവർ അന്നേരം കടയും തീർത്തു വീടും താമസവും കച്ചവടവും അങ്ങനത്തെ പ്രഗത്ഭരായ കച്ചവടക്കാരനായി. ചാച്ചന്റെ ചേട്ടൻ അന്നേരം അത് തിരിച്ചു ഇങ്ങനെ ഇത്രയും പറ്റുന്നില്ല. ഒക്കെ അയാളുടെ അവൻ അങ്ങനെ ഇതിൻ്റെ പുള്ളിക്കാരി വന്നിരിക്കും, ഇങ്ങനെ ഇതിൻ്റെ ഞാൻ ഇരിക്കും. ഇത് ഞങ്ങൾ വർത്തമാനമെല്ലാം പറയും. അവൻ നേരം കേട്ടോ പക്ഷെ പള്ളിക്കൂടത്തിൽ പോകണ്ടേ? പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റും, ഇന്ന് വൈകിട്ട് കാണാം എന്നും പറയാൻ ഇല്ല. അൽഫോൻസാമ്മ പറയൂ അല്ലേ? രണ്ടാച്ചന്മാരെ ഇത്ര ചോദിച്ച് മേടിച്ച് നമ്മൾ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഈ ജോസിൻ്റെ ആ താമസിക്കുന്നത് വന്ന ഒരു ആ ചെങ്ങായിരുന്നു. ആ ഒരു ജോസിൻ്റെ വീട് കണ്ടിരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള ആ വീട്ടിൽ വേണ്ടി ഞാൻ വന്നു. നമ്മുടെ അപ്പപ്പനെ ഉണ്ടായിരുന്ന സമയത്ത് അതെ ജോസിൻ്റെ വീട് കണ്ടിരിക്കാൻ രാസവട്ടത്തിൽ